ഇന്ന് ഡേ 2 ഓഫ് മോണ്ടിസോറി ക്ലാസ് ആണ്. ആദ്യത്തെ ദിവസം നമ്മളൊരു ഡ്രൈ പോറിംഗ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒരു ട്രാൻസ്ഫറിങ് ആക്ടിവിറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. ട്രാൻസ്ഫറിങ് ആക്ടിവിറ്റിയൊക്കെ മെയിൻലി നമ്മൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ പ്രീ റൈറ്റിംഗ് സ്കില്ല് കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം പല പാരൻസും ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. അവർ ഡയറക്റ്റ്ലി കുഞ്ഞുങ്ങൾക്ക് പെൻസിൽസ്, ക്രയോൺസ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുത്തായിരിക്കും റൈറ്റിംഗ് സ്കിൽസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊരിക്കലും അവരുടെ റൈറ്റിംഗ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ആക്ടിവിറ്റി ബേസ്ഡിൽ വേണം അവരുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവർ ആ പ്രീ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ കൊണ്ടുവരുന്നത് ഇതുപോലുള്ള ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ട്രാൻസ്ഫറിങ് ആക്ടിവിറ്റീസിൽ പറഞ്ഞു തരുന്നത്, നമ്മൾ കഴിഞ്ഞ ഇതിൽ ഒരു കപ്പിൽ നിന്നും മറ്റൊരു കപ്പിലേക്കുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫറിങ് ആയിരുന്നു ആദ്യത്തെ ഡ്രൈ പോറിംഗ് ആക്ടിവിറ്റി. ഇന്ന് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ഒരു വിത്ത് ടൂൾസ് ആണ് കേട്ടോ. ടൂൾസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്പൂൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടോങ്സ് ഇല്ലേ നമ്മൾ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ടോങ്സ് ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2 കപ്പ് എടുക്കുക കേട്ടോ. 2 കപ്പിൽ ഒരെണ്ണത്തിൽ നമ്മൾ സാധാരണ ഈ സ്കൂൾസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഡേ കെയറിലൊക്കെ പോം ബോൾസ് ആയിരിക്കും കൊടുക്കുന്നത്. കുറച്ച് വലിയ പോം ബോൾസ് കൊടുക്കും അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയതും കുഞ്ഞു മക്കളാണ്, ചെറിയ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക കേട്ടോ. ചെറിയ മുത്തുകൾ പോലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പയർ പോലുള്ള ചെറിയ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. കുറച്ച് വലിയ ഒബ്ജക്ട്സ് അവർക്ക് കൊടുക്കുക കേട്ടോ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വലിയ ഒബ്ജക്ട്സ്. അതിപ്പോൾ നമുക്ക് പോം ബോൾസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പേപ്പർ ഒന്ന് ചുരുട്ടി ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അത് കുറേ പേപ്പേഴ്സായിട്ട് ഒരു കപ്പിലിട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂണോ അല്ലെങ്കിൽ ടോങ്സോ ഉപയോഗിച്ച് അതിന് ഓരോന്നായിട്ട് അടുത്ത എംറ്റി ബൗളിലേക്ക് മാറ്റാൻ പറയുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തവണ നിങ്ങൾ കാണിച്ചു കൊടുക്കുക കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. നിങ്ങൾ എങ്ങനെയാണ് സ്പൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടോങ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം അവരോട് അതിനെ റിപ്പീറ്റ് ചെയ്യാൻ പറയുക കേട്ടോ. അപ്പോൾ കഴിവതും ഫൺ ബേസ്ഡിൽ അവരെ കൊണ്ടുവരിക. അതൊരു ഗെയിം ആണെന്നുള്ള രീതിയിൽ അവരെ അതിനെ കൊണ്ടുവരിക. നമ്മളും ചെയ്ത് കാണിക്കുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു മാനറിസം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം അവരോട് പറയുക, ഈ ബോൾസ് ഇതിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെ ഇതുപയോഗിച്ച് എന്ത് ടൂളാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനെ പേര് സ്പെസിഫൈ ചെയ്ത് പറയുക. സ്പൂൺ ആണെങ്കിൽ ഈ സ്പൂൺ ഉപയോഗിച്ച് ഈ ബോൾസിനെ ഈ കപ്പിൽ നിന്നും ആ കപ്പിലോട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് വേർഡ്സും മനസ്സിലായി തുടങ്ങും, എന്താണ് ചെയ്യേണ്ടതെന്നും അവർക്ക് മനസ്സിലാകും കേട്ടോ. അതിൽ സ്വാഭാവികമായിട്ടും ആദ്യം മിസ്റ്റേക്സ് ഉണ്ടാകാം. അവർ ചിലപ്പോൾ കറക്റ്റായിട്ട് ആ ബൗളിൽ തന്നെ ഇടണമെന്നില്ല. അതിന് റെപ്പിറ്റേഷൻ കൊടുക്കുക. അവർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ എടുത്ത് മാറ്റി അത് കറക്റ്റ് പ്ലേസിൽ വയ്ക്കാതെ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക കേട്ടോ. അതിനെ എടുത്ത് കറക്റ്റായിട്ടുള്ള പ്ലേസിൽ വയ്ക്കാൻ പറയുക. അതേപോലെ അവരോട് പറയുക, സാരമല്ല, അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് കൂളാക്കി സമാധാനിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾ പേഷ്യൻസ് പഠിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റിയും നമ്മൾ ഹാൻഡ് ഐ ഫോക്കസ് ഒരുപാട് കൊണ്ടുവരും കേട്ടോ. ഹാൻഡ് ഐ കോർഡിനേഷൻ ഒരുപാട് കൂട്ടാൻ സാധിക്കും. പേഷ്യൻസ് അവർക്ക് ഒരുപാടുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ മസിൽ സ്ട്രെങ്ത്, കയ്യിലെ മസിൽ സ്ട്രെങ്ത്, ബാലൻസ്, ഇതൊക്കെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും കുഞ്ഞുങ്ങൾ. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഇതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് കൊടുക്കുകയാണെങ്കിൽ അവർ അതിവേഗം അത് ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ആക്ടിവിറ്റീസ് പറഞ്ഞാലും അത് നിങ്ങളുടെ പ്രസൻസിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്. അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ ഒരു ആക്ടിവിറ്റി തീർന്നതിന് മുമ്പ് ഒറ്റയ്ക്കാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോവുക. അതൊന്നും ചെയ്യരുത്. കുഞ്ഞുമക്കളാണ്. നമ്മളപ്പോൾ കൊടുക്കുന്ന ആക്ടിവിറ്റി നമ്മുടെ ഗൈഡൻസിലും നമ്മുടെ പ്രസൻസിലും നമ്മളൊപ്പം ഇരുന്ന് വേണം. ഒരു 5-10 മിനിറ്റ് ആയിരിക്കാം ആ ആക്ടിവിറ്റിക്ക് ചിലവാകുന്നത്. ആ സമയം നമ്മൾ തന്നെ അവരുടെ ഒപ്പം ഇരുന്ന് അതിനെ ആ ആക്ടിവിറ്റി ഒന്ന് തീർക്കാൻ ശ്രമിക്കുക. കൂടുതലും ഫൺ ബേസ്ഡ് ആക്കാൻ ശ്രമിക്കുക. റെപ്പറ്റീഷൻസ് ഒരുപാട് കൊടുക്കുക അവർക്ക്. അതുപോലെ മിസ്റ്റേക്സ് ഉണ്ടാകുന്ന സമയത്ത് ചിലർ പെട്ടെന്ന് പാരൻസ് ഇറിറ്റേറ്റഡ് ആകും. 2-3 വട്ടം പറഞ്ഞു കൊടുത്ത് 3ാമത്തെ വട്ടം കുഞ്ഞത് തെറ്റിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ആ ഒരു മിസ്റ്റേക്സിനെ നിങ്ങൾ നല്ലതായിട്ട് കരുതുക കേട്ടോ. കാരണം മിസ്റ്റേക്സിലൂടെ അവർ കൂടുതൽ പഠിക്കും. പിന്നെ ഓരോ ഡേയിലും നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി കഴിയുമ്പോൾ അവരെങ്ങനെയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറയുന്നുണ്ട്, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്, ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും അവരെന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് പഠിക്കുന്നതെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും എങ്ങനെയുള്ള രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് മനസ്സിലാകുക കേട്ടോ. അപ്പം ഫസ്റ്റ് ഡ്രൈ പോറിംഗ് ആക്ടിവിറ്റി ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ആ ആക്ടിവിറ്റി ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ട്രാൻസ്ഫറിങ്ങിലോട്ട് വരാൻ വേണ്ടിയിട്ട്. രണ്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആരും പെൻസിൽ ആദ്യമേ അവർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ക്രയോൺസ് പോലുള്ള സാധനങ്ങൾ കൊടുത്ത് ഒരിക്കലും എഴുതുന്നതിൻ്റെ പ്രീ റൈറ്റിംഗ് സ്കില്ല് കൊടുക്കരുത്. പകരം ഇതുപോലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റീസിലൂടെ മാത്രമായിരിക്കണം അവരുടെ പ്രീ റൈറ്റിംഗ് സ്കിൽസ് ഫസ്റ്റ് നമ്മൾ വരാൻ കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞൊരു ആക്ടിവിറ്റി നല്ല രീതിയിലൊന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ. നാളെ വേറൊരു ആക്ടിവിറ്റിയുമായിട്ട് വരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.